ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ 2026 നിങ്ങൾക്ക് തരാൻ പോകുന്നത് അവസരങ്ങളുടെ ഒരു പെരുമഴയാണ്. അതിൽ തന്നെ ഏറ്റവും പുതിയതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യൻ റെയിൽവേസിൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് വേക്കൻസീസ് ആയി ഒഫീഷ്യലി തന്നെ ഇന്ത്യൻ റെയിൽവേ അനൗൺസ് ചെയ്തിരിക്കുന്നത് 6000-ൽ പരം വേക്കൻസീസ് ആണ്. ശ്രദ്ധിക്കുക, ഇത് ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ കയറാനുള്ള ഒരു സുവർണ അവസരമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ ഇന്ത്യൻ റെയിൽവേസിലുള്ള നിയമനം. ഈ തസ്തിക മാത്രമല്ല, ITIക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേയുടെ അടിപൊളി സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന മറ്റ് തസ്തികകൾ ഏതൊക്കെയാണ്? റെയിൽവേയിൽ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഓൾറെഡി തന്നെ അതിന്റെ വേക്കൻസീസ് പുറത്തു വിട്ടിരിക്കുകയാണ്. 11,000-ൽ പരം വേക്കൻസീസ് ആണ് 2026-ൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഏകദേശം 50,000-ൽ പരം വേക്കൻസീസ് ഉണ്ടായിരുന്ന റെയിൽവേയിൽ തന്നെയുള്ള ഗ്രൂപ്പ് ഡി പോസ്റ്റുകളും നമുക്ക് ഇനി ഈ വർഷം പ്രതീക്ഷിക്കാം. ഇനി സ്വന്തം നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേരള PSCയുടെ തന്നെ ഒട്ടനവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. 985ഓളം വേക്കൻസീസ് ഇപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് KSEBയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയാണ്. 3 വർഷം കൊണ്ട് ഏകദേശം 2000 വരെ അപ്പോയിന്റ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് മസ്ദൂർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ജൂണിൽ നടക്കാൻ പോകുന്ന 6ഓളം ഇലക്ട്രീഷ്യൻ ലൈൻമാൻ തസ്തികകളിലേക്കുള്ള പരീക്ഷ, KWA ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ, ഒപ്പം 2025-26 കാലാവധി പൂർത്തിയാക്കുന്ന 40ഓളം ITI ലെവൽ റാങ്ക് ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന 2026-27 എക്സ്പെക്ട് ചെയ്യാം. പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഓരോ എക്സാമിൻ്റെയും ശരിയായ മാതൃക മനസ്സിലാക്കിക്കൊണ്ട്, പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ പ്രിപ്പറേഷൻ ചിട്ടയായി നടത്താനുള്ള സമയം കണ്ടെത്തുക. അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അവസരങ്ങൾ ഒരുപാടാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ ശരിയായ ദിശയിൽ ഓടുന്നവർക്ക് മാത്രമാണ് ഈ അവസരങ്ങളിലൂടെ ഒരു ജോലി ലഭിക്കുക. അതുകൊണ്ട് ഈ അവസരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക. ഈ അവസരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാംസിൻ്റെയും ITI ഉദ്യോഗാർത്ഥികൾക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കാനായി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം പഠനം എങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യേണ്ടതെന്നും ഒരു വർഷത്തിനുള്ളിൽ ജോലിക്ക് എങ്ങനെ കയറാമെന്നും ആ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക.